അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ ദിവ്യനാമത്താൽ അമ്പലപ്പുഴ ദേശം വിശ്വപ്രസിദ്ധമാണെന്ന് നമുക്ക് അറിയാം. ചരിത്രാതീത കാലം മുതൽ കേരള ചരിത്രത്തിൽ അമ്പലപ്പുഴ ദേശത്തിന്റെ സ്ഥാനം പ്രസിദ്ധവും വ്യത്യസ്തതകളും നിറഞ്ഞതാണ്. നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് അമ്പലപ്പുഴ രാജ്യം എന്നാണ് ഈ പ്രദേശത്തെ വിളിച്ചിരുന്നത്. അതിനു മുമ്പ് ചെമ്പകശ്ശേരി എന്നാണ് ഈ പ്രദേശത്തിന്റെ പൂർവ്വനാമം. ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവും വില്ലമംഗലം സ്വാമിയാരും കൂടി തോണിയിൽ യാത്ര ചെയ്യവേ അമ്പലപ്പുഴ പ്രദേശത്തെത്തിയപ്പോൾ മധുരമായ പുല്ലാങ്കുഴൽ നാദം ഇരുവരും കേൾക്കാനിടയായി. പുല്ലാങ്കുഴൽ നാദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചുറ്റുപാട് നോക്കിയപ്പോൾ രാജാവിന് നാദം കേൾക്കാനായി എന്നല്ലാതെ എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ വില്ലമംഗലം സ്വാമിയാർക്ക് സംഗതി പിടികിട്ടി. ഈ പുല്ലാങ്കുഴൽ നാദം വരുന്ന ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ അമ്പലപ്പുഴയുടെ ഇപ്പോഴത്തെ ക്ഷേത്രം ഇരിക്കുന്നതിന്റെ കിഴക്ക് വടക്കു ഭാഗത്തായിട്ടുള്ള വലിയ ആൽമരക്കൊമ്പിൽ ഉണ്ണിക്കണ്ണനായിട്ടിരുന്ന് പുഞ്ചിരി തൂകിയ ചെഞ്ചുണ്ടിലെ പുല്ലാങ്കുഴലിലൂടെ മധുര വേണുഗാനം ഒഴുക്കുന്ന ഭഗവാനെ തന്നെയാണ് വില്ലുമംഗലം സ്വാമിയാർ കാണുന്നത്. അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വില്ലുമംഗലം സ്വാമിയാർ തന്നെയാണ് ക്ഷേത്രത്തിനുള്ള സ്ഥാനം കണ്ടതും ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പ്രതിഷ്ഠ നടത്തുവാൻ ശില്പി കൊത്തിയെടുത്ത വിഗ്രഹത്തിന് പോരായ്മകൾ കണ്ടെത്തിയതിനാൽ രണ്ടാമത് തീർത്ഥക്കുളത്തിൽ നിന്നും മുങ്ങിയെടുത്ത വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിക്കേണ്ടി വന്നത്. രഥമാതൃകയിലുള്ള ശ്രീകോവിലിനുള്ളിൽ പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലങ്കയിൽ ചമ്മട്ടിയും ഇടങ്കയിൽ പാഞ്ചജന്യവുമായുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തന്ത്രിമാർ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഉറയ്ക്കാതെ വന്ന വിഗ്രഹം ഉറപ്പിക്കുവാൻ പ്രശ്നവിധിയാൽ നിമിത്തമായതുമായ പന്തീരുകുലത്തിലെ നാറാണത്തു ഭ്രാന്തനെ കൊണ്ടുവരികയും അദ്ദേഹം ശ്രീകോവിലിൽ എത്തി പീഠത്തിൽ താമ്പൂല വിട്ട് വിഗ്രഹം ഉറപ്പിക്കുകയും അപ്പോൾ ആ വിഗ്രഹം ഉറയ്ക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അമ്പലപ്പുഴ കണ്ണനെ നേദിക്കുന്ന പാൽപായസത്തിന്റെ രുചി ലോകപ്രസിദ്ധമാണ്. അരിയും പാലും പഞ്ചസാരയും വെള്ളവുമാണ് പായസക്കൂട്ട്. അമ്പലപ്പുഴ പായസത്തിന്റെ സ്വാദ് കേട്ടറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് ആളെ വിട്ട് പായസമുണ്ടാക്കുന്നവരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അതേ പായസക്കൂട്ടിൽ അതേ സൗകര്യത്തിൽ പായസം ഉണ്ടാക്കിച്ചു. പക്ഷേ ആ രുചി അവിടെ കിട്ടിയില്ല. അമ്പലപ്പുഴയിൽ വെച്ചുണ്ടാക്കുന്ന പാൽപായസത്തിലാണ് ആ രുചി എന്ന് അപ്പോൾ തന്നെ തിരിച്ചറിയുകയും ചെയ്തു. മഹാകലാരൂപമായ ഓട്ടംതുള്ളലിന്റെ സൃഷ്ടിയും അമ്പലപ്പുഴ ദേശത്തു തന്നെയായിരുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും കവിയുമായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ കൂത്ത് നടക്കുന്ന വേദികളിലെ മിഴാബ് വാദ്യ കലാകാരനായിരുന്നു. ഒരിക്കൽ കൂത്തു നടക്കുന്ന വേദിയിൽ വെച്ച് കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയി. ഇത് കണ്ട ചാക്യാർ കുഞ്ചൻ നമ്പ്യാരെ ഹാസ്യരൂപേണ കൂത്തു പറഞ്ഞ് കളിയാക്കി. സദസാകെ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന കുഞ്ചൻ നമ്പ്യാർക്ക് നാണക്കേട് സഹിക്കാനാവാതെയാണ് അന്ന് ആ വേദിയിൽ നിന്നും പോയത്. ഈ നാണക്കേട് മാറുവാൻ മറ്റൊരു കൂത്ത് അദ്ദേഹം തനിയെ നടത്തുമെന്നും തന്റെ ദൃഢപ്രതിജ്ഞയും നിശ്ചയവുമാണ് ഓട്ടംതുള്ളൽ എന്ന കലാരൂപത്തിന് സൃഷ്ടിയായത്. മുദ്രയും നൃത്യവും ഗദ്യവും പദ്യവും സമകാലീനമായി തന്മയത്വ ഹാസ്യവും കൂടി ചേർന്ന തുള്ളൽ പ്രസ്ഥാനത്തിന്റെ തുടക്കം അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരുന്നു. അക്കാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും ഒരു ചരിത്ര സ്മാരകമായി തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുമായും അമ്പലപ്പുഴ ദേശത്തിന് നല്ല ബന്ധമാണുള്ളത്. അമ്പലപ്പുഴയിലെ കളരിപ്പയറ്റ് സംഘങ്ങളുമായിട്ടാണ് മണികണ്ഠസ്വാമിയുടെ ബന്ധം. ആയോധന കലകളിലും കളരി അഭ്യാസത്തിലും അഗ്രഗണ്യന്മാരായ കളരി ഗുരുക്കന്മാർ ധാരാളമായി അമ്പലപ്പുഴയിൽ ജീവിച്ചിരുന്നു. അമ്പലപ്പുഴ രാജാവിന്റെ സൈന്യം ശക്തരായ അഭ്യാസികളടങ്ങിയ പടയാളികളും സൈന്യാധിപന്മാരാലും അറിയപ്പെട്ടിരുന്നു. ടിപ്പു സുൽത്താന്റെ സൈന്യത്തിന് പോലും തലവേദന സൃഷ്ടിച്ച സൈന്യമായിരുന്നു അമ്പലപ്പുഴ സേന. മണികണ്ഠസ്വാമിയുടെ ലക്ഷ്യത്തിലൊന്നായിരുന്നു കരിമലയിൽ വാണിരുന്ന കൊള്ളക്കാരൻ ഉദയനനെ വധിക്കുക എന്നത്. എരുമേലി വഴി കരിമലയിലേക്കുള്ള യുദ്ധപ്പുറപ്പാടിൽ ആലങ്ങാടിനൊപ്പം അമ്പലപ്പുഴ കളരി സംഘവും മണികണ്ഠസ്വാമിയോടൊപ്പം ഉണ്ടായിരുന്നു. ഉദയനന്റെ വിവിധ കോട്ടകൾ ആക്രമിച്ച് നശിപ്പിച്ചു. അവസാനം മണികണ്ഠസ്വാമി ഉദയനനെ കരിമലയിൽ വെച്ച് വധിച്ചതായി കരുതപ്പെടുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ സാധാരണ കേരളത്തിലെ മറ്റു ക്ഷേത്ര മുറ്റത്തെത്തുന്ന ഒരു പ്രതീതിയല്ല.
കൗതുകമായി ചിന്തിക്കുന്ന ഏതൊരാളുടെയും മനസ്സ് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയി തുടങ്ങും. കാരണം ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ നിന്നും ചുറ്റും നോക്കിയാൽ പഴയ രാജഭരണ കാലത്ത് നിർമ്മിച്ച വിശാലമായ കൊട്ടാരക്കെട്ടുകളും മേടകളും മാളികകളും കാണുമ്പോൾ ഏതോ ഒരു രാജകൊട്ടാര മുറ്റത്ത് നിൽക്കുന്ന പ്രതീതിയാണ്. ക്ഷേത്ര ശ്രീകോവിലിന്റെ തൊട്ടു മുന്നിൽ തന്നെയാണ് തീർത്ഥക്കുളമുള്ളത്. തീർത്ഥക്കുളത്തിലേക്ക് ഇറങ്ങുന്ന കൽപ്പടവുകളാണ് ഈ കാണുന്നത്. കൽപ്പടവുകളോട് ചേർന്ന് തന്നെ കുളിപ്പുരയും അതിനു മുകളിൽ മണിമേടയുമുണ്ട്. അവിടെ ഇരുന്ന് കിഴക്കോട്ട് നോക്കിയാൽ തീർത്ഥക്കുളത്തിന്റെ അപ്പുറത്ത് ക്ഷേത്ര കിഴക്കേ ഗോപുരം നമുക്ക് കാണാം. വൈകുന്നേരം നട തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട നേദ്യം പാൽപായസം വഴിപാടാണ്. പാൽപായസത്തെ ഗോപാല കഷായം എന്നും വിളിക്കപ്പെടുന്നു. ഇവിടുത്തെ വിശ്വപ്രസിദ്ധ ആചാരം മകരമാസം 1 തുടങ്ങി 12 ദിവസം 30,000 കളഭാഭിഷേകം, 12 ദിവസത്തെ ശങ്കരനാരായണ കലോത്സവം, 12 വർഷത്തിൽ ഒരിക്കൽ നടത്താറുള്ള പള്ളിപ്പാനയും നടത്തപ്പെടുന്നു. പണ്ട് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ ഭയപ്പെടുന്ന ഗുരുവായൂർ കൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിച്ച് ചെമ്പകശ്ശേരി രാജാവിന്റെ കൊട്ടാരത്തിൽ തെക്കേ മഠത്തിൽ സൗകര്യമൊരുക്കി അവിടെ കുടിയിരുത്തി ഭഗവാൻ ഗുരുവായൂരപ്പനെ പൂജ ചെയ്യുകയും ചെയ്തു. അതിന്റെ സ്മരണ നിലനിർത്തുന്നതായി ഗുരുവായൂർ നട ഇപ്പോഴും അമ്പലപ്പുഴയിലുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ അതിവിശാലമായ തീർത്ഥക്കുളം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ തീർത്ഥക്കുളത്തിന്റെ കിഴക്കു ഭാഗത്തു നിന്ന് ഒരു തുരങ്കം കാണാം. ഒന്നുകിൽ സമീപത്തെ പുഴയിലേക്കുള്ളതോ പുഴയിലുമായിട്ട് ബന്ധപ്പെടുത്തിയതാവാമെന്ന് കരുതുന്നു. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് പഴയ കാലത്ത് നിർമ്മിച്ചതാകാമോ എന്നും വ്യക്തമായിട്ടറിയില്ല. എന്നാലും ഇപ്പോഴും നമുക്ക് ഈ തുരങ്കത്തിന്റെ കവാടം കുളത്തിലേക്കുള്ളത് കാണാം. വേണുനാദം കേൾക്കുമ്പോൾ കാതോർത്തു നിൽക്കുന്ന അമ്പലപ്പുഴ കായാമ്പൂവർണ്ണന്റെ ഗോശാലയാണിത്. ഇവിടെ പൈക്കൾക്ക് കേൾക്കുവാൻ പുല്ലാങ്കുഴൽ നാദം എപ്പോഴും വയ്ക്കാറുണ്ട്. രാവിലെ 3 മണിക്ക് സ്വാമിക്ക് അഭിഷേകത്തിന് പാല് കൊടുക്കണം. കുട്ടികളുടെ പാല് ബാക്കി ആ നിയമത്തിന് എടുത്തിട്ട് ബാക്കി എന്റെ പേരുണ്ടോ? എന്റെ വീട്ടിൽ നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങൾ ഇവിടുത്തുകാർ തന്നെയാണോ? അല്ല, എന്റെ സ്ഥലം കന്യാകുമാരി. എത്ര പശുക്കളുണ്ട് കണ്ണന്? ഇവിടെ കണ്ണന് എല്ലാം കൂടെ പറ്റി 40 കാണും. ഇപ്പൊ കിട്ടുന്നതാണ് ആടെയും എല്ലാം. നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പശുക്കൾ നോക്കുന്നത്? പശുക്കളുടെ അച്ഛൻ പുല്ലൊക്കെ അതിന്റെ കാറ് ഇന്റർവ്യൂ ചെയ്ത കാറുകളുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കാം. ദേവസ്വത്തിന്റെ അല്ലേ? ചേട്ടന്റെ പേരെന്തോ ചേട്ടാ? ചേട്ടൻ്റെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അത് ശരി. ഒരു ഫുൾ ടൈം ഡ്യൂട്ടി ഇവിടെ ആണോ? അല്ലേ? ദേവസ്വം ഡ്യൂട്ടിയാണോ ഇത്? ആ, ഓക്കെ, ശരി എന്നാ. മീനമാസത്തിലെ തിരുവോണ നാളിലാണ് ആറാട്ടുത്സവം നടത്തപ്പെടുന്നത്. ഇവിടെ തന്ത്രികൾ കടിക്കോൾ തിരുമേനിയും പുതുമന തിരുമേനിമാരും ആകുന്നു. വിഗ്രഹപ്രതിഷ്ഠാ വേളയിൽ പുതുമന തിരുമേനി വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് യോഗ്യമല്ലെന്നറിയിച്ചതനുസരിച്ച് കടിക്കോൾ തിരുമേനി അതെന്താണെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ യോഗ്യമല്ലാത്തത് എന്താണെന്ന് കണ്ടെത്തിയാൽ പകുതി തന്ത്രം പുതുമന തിരുമേനിമാർക്കും നൽകുമെന്ന് കടിക്കോൾ തിരുമേനി പ്രഖ്യാപിച്ചു. വിഗ്രഹം പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും
വെള്ളവും ഒരു തവളയും പുറത്തു വന്നു. പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം തീർത്ഥക്കുളത്തിലുണ്ടെന്ന് സ്വമേധയാ കടിക്കോൾ തിരുമേനിക്ക് ബോധ്യപ്പെടുകയും മുങ്ങിയെടുത്ത ആ വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് പരിഭവങ്ങളേറെ പറയുവാനും കൺകുളിർക കാണുവാനും അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും പല ദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഏറെ എത്തിക്കൊണ്ടിരിക്കുന്നു. ദക്ഷിണദ്വാരകയായ അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.